ഹായ് ഓൾ, നമ്മൾ ഓൾറെഡി നത്തിങ് ടൈസിൻ്റെ ഫസ്റ്റ് സ്റ്റാൻസ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റാൻസയിലേക്ക് പോവാം. ഈവൻ ഇഫ് ദർ ഈസ് നോ വൺ ഡംബർ, ഇഫ് യു ആർ ദി പ്ലാനറ്റ്സ് ബിഗ്ഗസ്റ്റ് ടൺസ്, യു കാൺ റിപ്പീറ്റ് ദ ക്ലാസ് ഇൻ സമ്മർ, ദിസ് കോഴ്സ് ഈസ് ഓൺലി ഓഫേർഡ് വൺസ്. ഈ സ്റ്റാൻസയിൽ പറയുന്നതും നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസയിൽ പറഞ്ഞ പോലെ തന്നെ, ഈവൻ ഇഫ് ദർ ഈസ് നോ വൺ ഡംബർ, ഇഫ് യു ആർ ദി പ്ലാനറ്റ്സ് ബിഗ്ഗസ്റ്റ് ടൺസ്. ഇവിടെ ഡംബർ ഡൺസ് എന്നൊക്കെ പറയുന്നത് വിഡ്ഢി എന്ന മീനിങ്ങിലാണ്. നിങ്ങളായിരിക്കും ഈ പ്ലാനറ്റിലെ ഏറ്റവും വലിയ വിഡ്ഢി, നിങ്ങളായിരിക്കാം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഫൂൾ. എന്നാലും യു കാൺ റിപ്പീറ്റ് ദ ക്ലാസ് ഇൻ സമ്മർ, നിങ്ങൾക്ക് ഒരിക്കലും സമ്മറിലെ ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് തരില്ല. അതായത് സമ്മറിലെ ക്ലാസ് എന്ന് ഇവിടെ പറയുന്നത് ജീവിതത്തിനെയാണ്. നിങ്ങൾ എത്ര വിഡ്ഢിയാണെങ്കിലും, നിങ്ങൾക്ക് ജീവിതത്തിൽ എത്ര തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിലും, നിങ്ങൾ ലൈഫിൽ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും, യു കാൺ റിപ്പീറ്റ് ദ ക്ലാസ് ഇൻ സമ്മർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ജീവിതം റിപ്പീറ്റ് ചെയ്ത് കിട്ടുന്നില്ല. ദിസ് കോഴ്സ് ഈസ് ഓൺലി ഓഫേർഡ് വൺസ്. ഇതൊരു വട്ടം മാത്രമാണ് ഉണ്ടാകുന്നത്. അതായത് ജീവിതത്തിലെ ഓരോ സെക്കൻഡ്സും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കിട്ടുന്നില്ല. ഈ നിമിഷം അങ്ങ് കടന്നു പോവുകയാണ്, അതൊരിക്കലും റിപ്പീറ്റ് ചെയ്ത് കിട്ടില്ല. നിങ്ങൾ എത്രയൊക്കെ അനുഭവിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രോബ്ലത്തിൻ്റെ നടുക്കാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ചാൻസ് ഇനിയും വേണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അതൊന്നും റിപ്പീറ്റ് ചെയ്ത് കിട്ടില്ല. എല്ലാം ഒരു വട്ടമാണ്. ഇറ്റ് ഓൺലി ഓഫേർഡ് വൺസ്. ഇനി അടുത്ത സ്റ്റാൻസ പറയുന്നത്, നോ ഡേ കോപ്പീസ് യെസ്റ്റർഡേ, നോ ടു നൈറ്റ്സ് വിൽ ടീച്ച് വാട്ട് ബ്ലിസ് ഈസ്, ഇൻ പ്രിസൈസ്ലി ദ സെയിം വേ വിത്ത് പ്രിസൈസ്ലി ദ സെയിം കിസസ്. ഇതിൽ പറയുന്നത് നോ ഡേ കോപ്പീസ് യെസ്റ്റർഡേ, ഒരു ദിവസവും ഒരു പകലും അടുത്ത പകൽ പോലെയല്ല. അതായത് നമ്മുടെ ജീവിതത്തിലെ ഓരോ പകലുകളും ഡിഫറൻ്റാണ്. ഒന്ന് മറ്റൊന്നിനോട് സാമ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല. ഒരു ദിവസം എങ്ങനെയാണോ നമ്മുടെ ഒരു ഡേ കടന്നു പോയത്, അതുപോലെ ആയിരിക്കില്ല അടുത്ത ദിവസം. അതുപോലെ തന്നെയാണ് രാത്രിയും. നോ ടു നൈറ്റ്സ് വിൽ ടീച്ച് വാട്ട് ബ്ലിസ് ഈസ്, ഇൻ പ്രിസൈസ്ലി ദ സെയിം വേ വിത്ത് പ്രിസൈസ്ലി ദ സെയിം കിസസ്. പകൽ പോലെ തന്നെ ഓരോ രാത്രിയും ഡിഫറൻ്റ് ആണ്, ഒന്നുപോലെ ആയിരിക്കില്ല മറ്റൊന്ന്. ഇവിടെ പ്രിസൈസ്ലി ദ സെയിം വേ അല്ലെങ്കിൽ പ്രിസൈസ്ലി ദ സെയിം കിസസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുമായിട്ട് ചിലവഴിച്ച ഒരു രാത്രി, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായി നമ്മൾ ചിലവഴിച്ച ഒരു രാത്രി, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഫാമിലിയുമായിട്ട് നമ്മൾ ചിലവഴിച്ച ഒരു രാത്രിയൊക്കെ ഉണ്ടാവാം. ആ ഓരോ രാത്രികളും നമുക്ക് പിന്നീട് തിരിച്ചു കിട്ടില്ല. അതെല്ലാം ഡിഫറൻ്റ് ആയിരിക്കും. ഓരോ രാത്രികളും ഡിഫറൻ്റാണ്, ഓരോ പകലുകളും ഡിഫറൻ്റാണ്. ആ ഒരേ രീതിയിൽ അതൊരിക്കലും തിരിച്ചു കിട്ടില്ല. ഇനി ഫോർത്ത് സ്റ്റാൻസിൽ പറയുന്നത്, വൺ ഡേ പെർഹാപ്സ് സം ഐഡിയൽ ടങ് മെൻഷൻസ് യുവർ നെയിം ബൈ ആക്സിഡൻറ്റ്, ഐ ഫീൽ ആസ് ഇഫ് എ റോസ് വിയർ ഫ്ലങ് ഇൻ ടു ദ റൂം ഓൾ ഹ്യൂ ആൻഡ് സെൻറ്റ്. ഇതിൽ പറയുന്നത്, വൺ ഡേ പെർഹാപ്സ് സം ഐഡിയൽ ടങ് മെൻഷൻസ് യുവർ നെയിം ബൈ ആക്സിഡൻറ്റ്. ആരെങ്കിലും ഒരാൾ ഒരു ദിവസം നിങ്ങൾക്ക് ഏറ്റവും പ്രിയമുള്ള ഒരാളുടെ പേര് പറയുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, ഐ ഫീൽ ആസ് ഇഫ് എ റോസ് വെയർ ഫ്ലങ് ഇൻ ടു ദ റൂം ഓൾ ഹ്യൂ ആൻഡ് സെൻറ്റ്. വളരെ മനോഹരമായ മണമുള്ള ഒരു റോസാപുഷ്പം നിങ്ങളിരിക്കുന്ന മുറിയിലേക്ക് വീഴുന്നു, അല്ലെ വന്ന് വീഴുന്നത് പോലെയാണ് അയാളുടെ പേര് മറ്റൊരാൾ പറയുമ്പോൾ. അതായത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുണ്ടാവാം, അയാളുടെ പേര്, ആ പേര് കേട്ടാൽ പോലും നമ്മുടെ ഉള്ളിൽ എന്താ തോന്നുന്നത്, വളരെ സന്തോഷമാണ് തോന്നുന്നത്. ഒരു മനോഹരമായ സുഗന്ധമുള്ള ഒരു റോസാപുഷ്പം നമ്മളിരിക്കുന്ന മുറിയിലേക്ക് വന്ന് വീഴുന്നത് പോലെയാണ് ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്.